പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു വികാരമായി പടർന്ന ഫ്ലവേഴ്സ് ഇനി മുതൽ പേ ചാനൽ. അഴകിന്റെ വർണ്ണ കാഴ്ചയൊരുക്കാൻ, പാട്ടിന്റെ മേളം ഒരുക്കാൻ നമ്മുടെ സ്വന്തം ശ്രീഹരിക്കുട്ടനും വൈഷ്ണവിക്കുട്ടി എത്തുന്നു. വെൽക്കം ശ്രീഹരി ആൻഡ് വൈഷ്ണവി ഓൺ സ്റ്റേജ്. ഇതാരാ വന്നിരിക്കുന്നത് കണ്ടോ? ഞാൻ കൊറേ പ്രാർത്ഥിച്ചു. ചെന്നിട്ട് വാ. ഈ ചുണ്ടൂസ് ഹൃദയം മെൽറ്റിക്കും എന്നാണ് എനിക്കൊരു കാര്യമായ നമ്മളൊക്കെ ഇവിടെ നാളുകളായിട്ട് മെൽറ്റി ഇരിക്കുകയാണ്. ഈ ചേട്ടന്റെ ഹൃദയം ഇവിടെ ഇല്ല, കാരണം ഇവനെ കാരണം മെൽറ്റി. അല്ല, അവന് ഹൃദയം ഇല്ലായിരുന്നു. ശ്രീകുമാരനെ കാണാതെ അവന് ഹൃദയം ഇല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അവനോട് പറഞ്ഞു കേട്ടോ, ചേട്ടാ MG ശ്രീകുമാർ സാർ തിരിച്ചു വരൂ, എന്റെ ചങ്ക് ഫ്രണ്ട് തിരിച്ചു വരൂ. അവൻ പ്രാർത്ഥിച്ചോ? പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അത് വേട്ടയ്ക്ക് 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ കേട്ടത് കേട്ടോ. ഞാൻ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ശ്രീഹരി ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടു. ഹരിമോഹൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, സാറേ തിരിച്ചു വാ, സാറേ തിരിച്ചു വാ, എം ജി അങ്കിളെ തിരിച്ചു വാ, ചങ്ക് ഫ്രണ്ടേ തിരിച്ചു വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന പോലെ കേട്ടു. മൊത്തത്തിലായിരുന്നു ഞാൻ നീ പറഞ്ഞ പതുക്കെയാണെങ്കിലും അതിന്റെ ധ്വനി ഭയങ്കര ഉച്ചത്തിലായിരുന്നു. അതിന്റെ എഫക്ട് ഭയങ്കരമായിരുന്നു. നമ്മള് അമ്പലത്തിൽ പോയി എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എനിക്ക് നല്ലത് വരുത്തണേ എന്നില്ല. പക്ഷെ ദൈവം എങ്ങനെയാ കേൾക്കുന്നത്? ദൈവമേ എനിക്ക് നല്ലത് വരുത്തണേ എന്നാ കേൾക്കുന്നത്. ഭയങ്കര പവർഫുൾ ആണ്. രണ്ടുപേരും കാണാൻ സുന്ദരി നീയും സുന്ദരൻ ഞാനും. അത് വിധിച്ചേട്ടൻ പാടിയതല്ലേ? അല്ല, കമലഹാസൻ പാടിയതാ. കൺഗ്രാറ്റുലേഷൻസ്. പാടിയതാ. സുന്ദരി സുന്ദരി പാടിയില്ല. അത് സുന്ദരി 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 ശ്രീകുമാരന്റെ പാട്ട്. അത് വേറെ പാട്ടാ പാടിയത്. ശ്രീഹരി മോളെ, മോളെ ശ്രീഹരി മോളെ. അതെ, അവിടെ കണ്ടോ അറ്റത്തൊരു ചേച്ചി ഇരിക്കണ കണ്ടോ? ചേച്ചി കണ്ടോ? ഈ ചേച്ചി കണ്ടോ? ശക്തി മാം. ഒന്ന് ഹായ് പറഞ്ഞേ, രണ്ടുപേരും പറഞ്ഞേ. ഇത് ശ്രീഹരിക്കുട്ടനും മറ്റേത് നമ്മുടെ തങ്കമണി അമ്മൂമ്മ കുട്ടിയാണ്. അതെ, ഈ മണിക്കുട്ടനും മണിക്കുട്ടിയും കൂടെ ഏത് പാട്ടാ പാടുന്നേ? MG സാറിന്റെ കോലക്കുരൽ വിളി കേട്ടു MG സാർ മ്യൂസിക് ചെയ്ത പാട്ട്. ഈ പാട്ട് എടുക്കാൻ ആര് പറഞ്ഞു? അത് അനുഭവങ്ങളോ പിന്നെ എല്ലാരും പറഞ്ഞു. എല്ലാരും പറഞ്ഞു. ഇത് പണ്ട് ഈ ആകാശവാണിയിൽ കേൾക്കൂലേ ഈ ഗാനം ആവശ്യപ്പെട്ടവർ? ടോപ്പ് സിംഗറിൽ നിന്ന് രാഹുലേട്ടൻ, സഹദേവൻ, സനൂപ്, മീനൂട്ടി, ശക്തിശ്രീ, വിധുമാമൻ, MG അണ്ണൻ, ഫൈസൽ കണ്ണൻ. ഇത് ശരിക്കുള്ള സംഭവം അറിയോ? റേഡിയോ സ്റ്റേഷനിൽ ഞാൻ പണ്ടൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവര് അനൗൺസ് ചെയ്യാൻ വരും. ഒരു പിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൂത്ത ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അനൗൺസ് ചെയ്യാൻ വരുമ്പോ ഇവരൊരു 10 പാട്ട് എഴുതിക്കൊണ്ടാ വരുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരു കുട്ടയ്ക്കകത്ത് നിറച്ച് കിടക്കുകയാണ് ഇങ്ങനെ. അഞ്ചിൽ നിന്നും കാർത്തിക, രോഹിണി, മകയിരം എല്ലാ പേരുകളൊക്കെ ഒരു 5 എണ്ണം ഞാൻ ഇവിടെ വയ്ക്കും. എന്നിട്ട് അവരെഴുതിയിരിക്കുന്ന വേറെ, പക്ഷെ പറയുന്നത് ധ്വനി എന്ന ചിത്രത്തിൽ നിന്ന് മാനസ് നിലയിൽ എന്നുള്ള ഗാനം ഇതാ യേശുദാസ് പാടുന്നു. ആവശ്യപ്പെട്ടവർ കടക്കൽ നിന്ന് മാത്തുക്കുട്ടി, രോഹിണി, ശക്തി. തീർന്ന് അവിടെ നിന്ന് ഇവിടെ കൂടെ മിക്സ് ചെയ്ത് പിന്നെ MG സാർ ഇല്ലാത്തോണ്ടേ ഞാൻ എല്ലാരോടും ഞാനിപ്പോ എല്ലാരും പഠിപ്പിക്കാം, കോറോസിനെയും എല്ലാരെയും. ആണോ? നീ വാദ്യരായോ?
ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ വിളിച്ച്. ഫോണിൽ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു. ഓ ശരി. ഡെയിലി വിളിയാണ്. ഇവിടെ ഒരു 10-15 എണ്ണം ഉണ്ട്. നമ്മുടെ അനുമാഡത്തിന്റെ ഫോണിൽ നിന്ന് അനുമാഡത്തിനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമ്മതിക്കത്തില്ല. അതിനകത്ത് വിളിച്ചിട്ട് ഡെയിലി വിളിച്ചിട്ട് എപ്പ വരും, ഞാനാണ് കോറസ് പഠിപ്പിക്കുന്നത്, ഇവിടെ പടകാളി പാടി, പിന്നെ അന്തിക്കടപ്പുറത്ത് പാടി, പടകാളി പാടി, മറ്റേത് പാടി, ഇത് പാടി. ഞാൻ ചോദിച്ചു ആരുടെ ചോദിച്ചോണ്ട് പാടി? ഞാൻ പറഞ്ഞു MG സാർ ഇനി മുതൽ വന്നിട്ട് പാടിയാ മതി. MG സാർ വരുമ്പോഴത്തേക്കും പടക്കമൊക്കെ പൊട്ടിക്കണം. നമുക്കൊരു MG അണ്ണൻ പൂക്കുറ്റി കൊടുത്താലോ? ഓക്കേ. MG അണ്ണൻ പൂക്കുറ്റി. വെൽക്കം ബാക്ക്. വെൽക്കം ടു ടോപ്പ് സിംഗർ. താങ്ക് യു. പുള്ളിക്കാരൻ മൾട്ടി ടാലന്റഡ് ആണല്ലോ. MC, ആർട്ട് ഡയറക്ഷൻ, എല്ലാം ചെയ്യും. പഠിപ്പിക്കൽ. പിന്നെ MG സാർ പിന്നെ ക്ലാസ്സിൽ പോയപ്പോ എന്റെ ടീച്ചർ ചോദിച്ചു MG സാർ ഇല്ലേ? അപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു MG സാറിന് വയ്യാന്ന് പറഞ്ഞു. എപ്പോ വരും എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും മിസ് ചെയ്യണ്ടില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാം തീർന്നില്ലേ? ഞാൻ വന്നില്ലേ? ഓഡിയൻസ് എല്ലാരും മിസ് ചെയ്യണ്ട അല്ലേ? പാടിക്കോ, മതി പാടിക്കോ കേട്ടോ. കുട്ടന്റെ പാട്ട് കോലക്കുഴൽ വിളി കേട്ടു. ദാ പാടാൻ പോവാണ്. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുക. എല്ലാവരും കയ്യിലുള്ള ഫുഡും ബാക്കിയെല്ലാം താത്തി വെക്കുക. ഇതാ വരുന്നു ഒരു വെടിക്കെട്ട് പാട്ട്. കോലക്കുഴൽ വിളി കേട്ടു. പിന്നെ MG സാറെ വിജയിച്ചോണ്ടായിരിക്കും ഞാൻ പാടാൻ പോകുന്നത്. എന്റെ അമ്മ എനിക്കിട്ട് തന്നെ വേണോടെ ഇതെല്ലാം. എല്ലാം വേണ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. ഒന്ന് പാടുവോ സാർ? മിണ്ടാണ്ടിരിക്കാം, പോയി പാടേ. ഹലോ ബീതു ചേട്ടാ, നമ്മളും ഫ്രണ്ട്സ് ആണ്. ഞാനും ബീതു ചേട്ടനും ശക്തി മാമും ഫ്രണ്ട്സ് ആണ്. എല്ലാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ബീതു ചേട്ടാ, വൈഷ്ണവി പറഞ്ഞ പോലെ ഞാനും പറയുകയാണ്. MG സാറും ബീതു മാമും ശക്തി മാമും ഞങ്ങൾ അല്ല ബീതു ചേട്ടൻ ഓക്കെ. ആൺകുയിലേ നീ പാടുമ്പോൾ പ്രിയതരമേതോ നൊമ്പരം, ആമ്പൽ പൂവേ നിൻ തുടിയിൽ അനു. ഓക്കെ.
ഉണരുമ്പോൾ അലയാലിരയായ ഹൃദയം കൺമുനയാതെ കരളിൽ കവിത കുറിക്കുകയാണോ നീ? തളർത്തുവോ നിലക്കടമ്പുകൾ പൂവിടർത്തിയോ നിറയൗവനം? അണഞ്ഞിടാം ചിത്രപതംഗമായി നിറഞ്ഞുവോ നിന്നതരങ്ങൾ? മിഴിപ്പൂട്ടുമോ മധുചന്ദ്രികേ പരിണയരാവായി? ഓലക്കുടൽ വിളി കേട്ടോ രാധേ രാധേ? കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ? പാലിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുമ്പോൾ എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാ. A is dream, A is dream, A is dream, A is dream, A is dream. മിണ്ടാണ്ടിരിക്ക്. നിനക്ക് തരാം കേട്ടാ. എടാ നിനക്കൊരു പൊളിറ്റീഷ്യൻ ആവാനുള്ള ഒരു ഭാവി ഉണ്ട്, ഭയങ്കര ഒരു ക്യാമ്പയിനിങ് മെന്റാലിറ്റി. ഡാ മക്കളെ, തകർത്ത് ഇഞ്ചി കുഞ്ചി. Thank you, sir. Thank you, sir. അതായത് ഒന്നാമത് കുട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻ. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാരണം അതായത് ഇത് നിങ്ങളുടെ സെലക്ഷൻ ഈസ് 100% പെർഫെക്റ്റ്, Thank you, വെരി thank you, ഗുഡ്. sir. കാരണം വേറൊന്നുമല്ല, ആ കമ്പോസിഷനകത്ത് കൃഷ്ണന്റെയും രാധയുടെയും, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും ഒരു പ്രേമം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ദൈവീകമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ആവിഷ്കാരമാണ്, സംഗീതാവിഷ്കാരമാണ് ശ്രീ എം ജയചന്ദ്രൻ അതിൽ സ്റ്റാമ്പ് ചെയ്തത്. സത്യം, അത് നിങ്ങൾ എടുത്ത് അതിമനോഹരമായിട്ട് പാടി. Thank you, അതായത് sir. മോന് പറ്റുന്ന രീതി മോൻ മാക്സിമം പാടിയിട്ടുണ്ട്. മോള് സംഗതികളൊക്കെ ഒന്നുകൂടെ പല സ്ഥലത്തും എക്സ്പ്രഷൻസ് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ്. Thank you, അങ്ങനെ നമ്മൾ ടോട്ടലായിട്ടാണ് നോക്കുന്നത്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിമനോഹരമായിട്ട് ഈ പാട്ട് പാടി. ആൻഡ് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നിങ്ങളെ സഹായിച്ച ടോപ്പ് ബാൻഡ്, അവർ അസാധ്യമായിട്ട് വായിച്ചു. Thank you. രഘുവിന്റെ ഫ്ലൂട്ടും വയലിനും കണ്ണനും ജോസും എല്ലാരും കൂടെ ചേർന്നിട്ട് ഇവനെ അങ്ങ് ഫ്ലറിഞ്ചു. ഫ്ലറിഞ്ചു? ആ ഫ്ലറിഞ്ചു. ഫ്ലിറിഞ്ചു. ഫ്ലിറിഞ്ചു, ഫ്ലറിഞ്ചു. നീ ഫ്ലറിഞ്ചു, അത് ഫ്ലിറിഞ്ചു. രാധയും കൃഷ്ണനും എന്നോടും പറഞ്ഞു ഞങ്ങളിപ്പോ കല്യാണം കഴിക്കാൻ പോവാണ്. ആര്? രാധയും കൃഷ്ണനും മുകളിൽ നിന്ന് പറഞ്ഞു പേടിച്ചു പോയി. നീയല്ലേ ആള്, അത് കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് നടക്കും. അത് നിങ്ങളൊന്ന് ഞങ്ങളുടെ പാട്ട് അങ്ങ് പാടണം, എന്നാൽ ഞങ്ങൾ TV കണ്ട് ഡാൻസ് കളിക്കാം, പിന്നെ കല്യാണവും കഴിക്കാന്ന് പറഞ്ഞു. കൃഷ്ണൻ ഇവനോട് പറഞ്ഞു. ഓ കൃഷ്ണൻ എന്ന് ഫോൺ പിന്നെ വിളിച്ചോ? രാധ ഇവളോടും പറഞ്ഞു. അല്ല വാട്സാപ്പിൽ പുള്ളി ഫോൺ വിളിച്ചോ അതോ? അല്ല, മെസ്സേജ് എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. ഓ മുമ്പിൽ വന്ന് എവിടെയാ? മറ്റേ അസറ്റ് ഹോമിലോ? ആ, അവിടെ ഞാൻ കിടന്നുറങ്ങുമ്പോ എന്നെ തട്ടി വിളിച്ച. ചിലപ്പോ എന്റെ പട്ടിയായിരിക്കും നിന്നെ തട്ടി. ഇതെന്താ വീണ്ടും തുടങ്ങിയോ? തുടങ്ങിയതല്ല, ഞാൻ പറഞ്ഞു സത്യോ? അന്വേഷിച്ചിരുന്നു. ഞാൻ ഇവിടെ വരാത്ത ദിവസം ഞാൻ എന്റെ പട്ടിയെ വിട്ടിരുന്നു. കാരണം നിനക്ക് എന്തെങ്കിലും എന്തെടുക്കുവാ? കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി വിട്ടതാ. ഓ അപ്പൊ നിന്നെ ഉറക്കത്തിൽ ഇങ്ങനെ തട്ടിയോ? ശ്രീഹരി ആ തട്ടിയിരുന്നു. അതെന്റെ ഇത്തിരിയായി പട്ടിയാ. എനിക്ക്. അതെന്റെ പട്ടിയാ. പുള്ളിക്കാരൻ ഭയങ്കര രസമില്ല. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ കേക്കടാ, ഇവിടെ കേക്ക്. ആ കേക്ക്. എന്തായാലും നന്നായിരുന്നു. അവസാനം ആ ഫ്ലൂട്ട് വായിച്ചോണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ നിൽക്കുന്ന പോലെ എൻ്റെ ആഹാ, അതങ്ങനെയാണ് കൃഷ്ണൻ പറഞ്ഞേ. അങ്ങനെ നിൽക്കണമെന്ന്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. എനിക്ക് ദുഷ്ടനാവുന്നതൊന്നും ഇഷ്ടമല്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. കുരുത്തൊക്കെ എടുത്തിട്ട് കുറയ്ക്കണോ? കൃഷ്ണനാണെന്ന് അവരെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. നിനക്ക് എന്താണ് ഗ്രേഡ് അത്? ഇനി ഇതിന്റെ സാക്ഷാൽ മുതലാളി പറയുന്നതാണ്.
മുതലാളി. ആ മുതലാളി. എനിക്ക് ശരിയ മനസ്സ് നിറഞ്ഞു പോയി. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ താങ്ക് യു സർ. അവര് രണ്ട് എനിക്കിവിടെ കൃഷ്ണനെയും രാധേനെയും കാണാനും കേൾക്കാനും പറ്റിയെന്നാണ്. രണ്ടിലും ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ഡിവോഷനും അതിനകത്തുള്ള പ്രണയവും എല്ലാം ഇവിടെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളത് അത്രയും അതിൻ്റെ ഫ്രീക്വൻസീസ് ഇങ്ങനെ ഇവിടെ അത്രയും തത്തി കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്പാർക്സ് എനിക്കറിയാൻ പറ്റി. അപ്പോൾ ഞാൻ ഇത് കമ്പോസ് ചെയ്ത ഒരു വേളയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. ലോഹിതദാസ് സാർ വിളിച്ചിട്ട് എന്നെ തൃശ്ശൂരേക്ക് വിളിച്ചത് ലോഹിതദാസ് സാർ ദ ഗ്രേറ്റ് ക്രിയേറ്റർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പാട്ടിൽ കണ്ണനും രാധയും വേണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ട്യൂണായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി 12 ട്യൂണായി. 12 ട്യൂണും ഞാൻ ഒന്നിച്ച് ഓരോന്നായിട്ട് കേൾപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ് സാർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെ പിന്തുടർന്ന് വെളിയിലോട്ട് പോയി. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് സാറ് പറഞ്ഞു ഇതിലൊന്നും കണ്ണനും രാധയില്ല, ഇതെല്ലാം എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഭയങ്കര പ്രഷർഡായിപ്പോയി. എനിക്ക് ഇന്ന് ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഇപ്പോൾ 12 ട്യൂൺ ഉണ്ടാക്കി ഞാൻ സാച്ചുറേറ്റഡ് ആയിപ്പോയി, ഇനിയിപ്പോൾ ഉടനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, എനിക്ക് 2-3 ദിവസം തരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെറുതുരുത്തിയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ അവിടെ പോയി ഇരുന്നിട്ട് ഇപ്പോൾ തലേദിവസം രാത്രി ഒരു 12 മണിക്കാണ് ഞാൻ എത്തുന്നത് അവിടെ. രാവിലെ 4 മണിക്ക് എണിച്ചിട്ട് ഹാർമോണിയം വെച്ചിട്ട് ഇങ്ങനെ ഗുരുവായൂരുള്ള ഭഗവാനെ ധ്യാനിച്ചിട്ട് ഇങ്ങനെ വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും ഐ മെയ്ഡ് 15 ട്യൂൺസ്. ഈ പാട്ട് നേരത്തെ 11 ഉണ്ടാക്കിയിരുന്നു, പിന്നെയും 15 ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലോഹിതദാസ് സാർ വന്നിരുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്റർ വിനോദ് ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്യൂൺ ഓരോന്നായിട്ട് പാടിക്കേപ്പിച്ചു. പിന്നെയും സാറ് ഒറ്റ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് പോയി. അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ കഴിവ് അത്ര പരിമിതമാണെന്ന് എനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിന്നെയും പിന്തുടർന്ന് വെളിയിലോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു സർ എന്താണ്, അല്ല ജയൻ ഈ 15 ട്യൂണും കൊള്ളാം, ഏതാ ഞാൻ എടുക്കുക അത് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇത് സംഭവിച്ച കാര്യമാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പം ഞാൻ പറഞ്ഞു സാറിന് ഇഷ്ടമുള്ള ട്യൂൺ എനിക്ക് ഇനി സമാധാനം ഇതിനേക്കാൾ വലിയ സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിനോദ് ഗുരുവായൂർ പറഞ്ഞു അവിടെ ഇടയ്ക്കൊരു ട്യൂൺ പാടിയില്ലേ, അത് കൊള്ളായിരുന്നു, അത് നമുക്ക് എടുക്കാം. മാത്രമല്ല ഇത് വേറെ ആരും എഴുതണ്ട, സാറ് തന്നെ എഴുതിയാൽ മതി വിനോദ് പറഞ്ഞു. അങ്ങനെയാണ് ഈ കോലക്കുഴൽ വിളി എന്നുള്ളത്. ഒരു അരമണിക്കൂർ കൊണ്ട് ലോഹിതദാസ് സാറ് ഈ പാട്ട് എഴുതി എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിലുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഈണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കണം ചേട്ടൻ പറഞ്ഞ പോലെ അതിൽ കൃഷ്ണനും രാധയും ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ കൃഷ്ണനെയും രാധയും കാണുവാനും കേൾക്കുവാനും അനുഭവിക്കാനും കഴിഞ്ഞു. അതിന് രണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു നമസ്കാരം. പാടുമ്പോൾ പ്രിയതരമേതോ നൊമ്പരം ആമ്പൽ പൂവേ നിൻ തൊടിയിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ അറിഞ്ഞുവോ വനമാലി നിൻ മനം കവർന്നൊരു രാധിക ഞാൻ 1000 മഴപ്പീലികളാൽ പിരിഞ്ഞുവോ എൻ കാമങ്ങൾ വൃന്ദാവനം രാഗസാന്ദ്രമായി യമുനേ നീ ഉണരൂ. എന്നാലും സാറിന് റിയലി കാണാൻ പറ്റും, എന്റെ ബാക്കിൽ തന്നെ ഉണ്ട്, പക്ഷെ ശരിക്കും കാണാൻ പറ്റില്ല, ബോധം കെട്ട് പോവും. കണ്ടാ ബോധം എടാ, നിന്റെ പുറയിലിരിക്കുന്ന സാധനം കണ്ടാ ബോധം കിട്ടുവോ? എന്തോ അത് പുറകില് ഇങ്ങനെ നിക്കും, ഒരു രൂപം ഇല്ലാതെ അവിടെ നിക്കും. ഇത് ശരിക്കും വല്ലതും കാണുന്നുണ്ടോ? ഒന്ന് സൂക്ഷിക്കണം. ഞാൻ കണ്ടു, കൃഷ്ണ കണ്ടു ബാക്കിലല്ലേ? ആ കൃഷ്ണ, ഹലോ കൃഷ്ണ ദേ നിക്കുന്നു. അതാ ദേ നിന്റെ ഫ്രണ്ടില്, ആ. നിന്റെ കാലിന്റെ അടുത്ത്, അപ്പുറത്ത് ഇപ്പുറത്ത് പുറയില് മണിച്ചിത്രത്താഴിലെ പോലെ ഒരു ലെഫ്റ്റ് വെള്ളം ദാ നിക്കുന്നു. കൃഷ്ണ ഹലോ കൃഷ്ണ. ആ നമസ്കാരം. ശ്രീഹരിക്കുട്ടന്റെ പാട്ട് കേട്ടില്ലേ? ശ്രീഹരിക്കുട്ടൻ എന്താ കൊടുക്കണ്ടേ? നമ്മുടെ ആ അയ്യോ A+ കൊടുക്കാൻ കൃഷ്ണൻ പറഞ്ഞു. അയ്യോ. നോക്കിയൊക്കെ കൃഷ്ണ ഓട്ടക്കണ്ണ A+ അവനിങ്ങനെ നോക്കി നിൽക്കാം. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ കൃഷ്ണൻ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പൊ ഒന്നും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ കൃഷ്ണ. നീ രജനി എന്നാ പറഞ്ഞേ? നീ എന്തിനാണ് എന്നെ മാത്രം നോക്കുന്നത്? അത് എനിക്ക് ചിലപ്പോ MG സാറിന്റെ ഞാൻ ശബ്ദം മൈക്ക് പോലെ വിടാണ്, ഒന്ന് ഞാൻ കേൾക്കും. ദാ ഇവിടെ ഇരിക്കുന്നത്. എങ്കിൽ കുറച്ചൊന്ന് ബാക്കിലോട്ടൊന്ന് ആ ഇപ്പൊ ഡിറ്റക്റ്റീവ് മൈക്ക് ഇങ്ങോട്ടേക്കൊന്ന് തിരിക്കുക. തിരിച്ചു വെച്ചോ. കുറച്ചും കൂടെ. ആ കൃഷ്ണ ഏത് ഗ്രേഡാ കൊടുക്കണ്ടേ? കേട്ടോ ഞാൻ മൈക്ക് ഇവിടെ വെച്ചിരിക്കുക. കൃഷ്ണ കൃഷ്ണ ഏത് ഗ്രേഡാ കൊടുക്കണ്ടേ? അവൻ തന്നെ പറയാ എക്സ്ട്രീം ഒന്ന് പറയണോ? എക്സ്ട്രീം കൊടുത്താൽ മതി. എന്തായാലും അവനിന്ന് കംപ്ലീറ്റ് ഓൺ ആയിരിക്കുക. നിങ്ങൾ കമന്റ് പറ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല. എന്റെ സന്തോഷത്തിലിരിക്കുകയാണ് അവൻ. ഡേയ് ഒരു കമന്റ് ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. പറഞ്ഞോട്ടെ. ഓക്കെ. ശരി. ചക്രാസ് എന്താ വിജയ്? കലക്കി പാടി. താങ്ക് യു വിജയ് ചേട്ടാ. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സംഗീതത്തിൽ വെച്ച് എക്കാലത്തെയും ഒരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ എന്ന് പറയുന്ന കോലക്കുഴൽ വിളി കേട്ടോ ചെയ്ത ജയൻ ചേട്ടന് ഒരു പ്രത്യേക കയ്യടി. ഓക്കേ. Beautiful Very- composition. എല്ലാരും എണീറ്റെന്ന് കൈയടിക്കും. വേണ്ട. അടി വെക്ക്. അവൻ പറയാനും നിങ്ങളൊക്കെ അത് കേൾക്കാൻ. MD സാർ തോക്കെങ്ങാനും ഇവിടെ ഉണ്ടോ? എടാ തോക്ക് ഞാൻ എടുക്കാൻ മറന്നുപോയി. കുന്തം എടുത്തിട്ടുണ്ടോ? മതിയോ? വേണ്ട, കുന്നൊന്നും എടുക്കണ്ട. വേണ്ടല്ലേ? MD സാറിന്റെ പണി അറിയാലോ. ഒരു ലോക്ക് പട്ടിയുണ്ട്. ആ ഞാനിതൊന്ന് തീർത്തോട്ടെ. അയ്യോ. ഞാനിതൊന്ന് തീർത്തോട്ടെ. നന്നായിട്ട് പാടി. ബാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അയ്യോ. മോനെ നിനക്ക് എത്ര വയസ്സായടാ? 7. എനിക്ക് 7. ശ്രീഹരി ഒരു 21 ആവുമ്പം എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 ഡിഫറെന്റ് പ്രൊഫഷൻസ് ചെയ്യായിരിക്കും. ഒരു സ്റ്റോറി ടെല്ലർ, ഒരു ഡയറക്ടർ, ഒരു ക്യാമ്പയിൻ മാനേജർ, അഡ്വർടൈസിംഗ് പേഴ്സണാലിറ്റി. പക്ഷെ എന്തായാലും ഒരു കാര്യം സമ്മതിക്കണം, അവന് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അതിഭയങ്കരമായ ഒരു കഴിവാണ്. ലൈക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് മൈക്രോ സെക്കൻഡാണ് അവന് ഇംപ്രൊവൈസ് ചെയ്യണത്. ബട്ട് 2 ചുണ്ടയ്ക്ക കുട്ടീസ് പറയണം, ഭയങ്കര മനോഹരമായിരുന്നു നിങ്ങൾ താങ്ക് യു മാം. ഒരു താങ്ക് യു രക്ഷയില്ല. മാം. ആൻഡ് ശരിക്കും ഈ കുട്ടികളുടെ അടുത്ത് നമുക്ക് ഈ ഒരു ഡിവിനിറ്റി കാണാൻ പറ്റുമെന്ന് പറയും. ലൈക്ക് ദൈവത്തിനെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് കുട്ടികളിലാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റും, ശ്രീഹരിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ കുട്ടികളെ അയ്യോ ഇഷ്ടാ. അയ്യാ സ്വാമി, ഓടി രക്ഷപ്പെട്ടു. അയ്യോ വേണ്ട. പക്ഷെ ശരിക്കും ആ എസ്പെഷ്യലി ആ സോങ്ങിന്റെ എൻഡില് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര റിയലി ഒരു ഇന്നസെൻസ്, അതിലുള്ള ഒരു ബ്യൂട്ടി വാസ് സോ അമേസിങ്. ആൻഡ് അഗൈൻ വിധു മാമൻ പറഞ്ഞ പോലെ മാമെന്ന് വിളിക്കരുത്. കൊടുകൈ. ഇവനാണ് ശരിക്കും റിയൽ ചങ്ക് ഫ്രണ്ട്. ചങ്ക് നെഞ്ചിനകത്ത് ശ്രീഹരി നെഞ്ച് വിരിച്ച് ശ്രീഹരി മുണ്ടു മടക്കി ശ്രീഹരി റൈബാൻ വെച്ച് ശ്രീഹരി മീശ മുറുക്കി ശ്രീഹരി ബൈക്ക് എടുത്ത് ശ്രീഹരി 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 ചങ്കിനകത്ത് ശ്രീഹരി. സോ ഇങ്ങനത്തെ ഒരു സംടൈംസ് ഐ തിങ്ക് നമ്മൾ മ്യൂസിക് നോട്ട്സും സംഗതികളും ലിറിക്സും ഇത് എല്ലാം മീറി ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ ഇന്ന് സ്റ്റേജിൽ നമുക്ക് എല്ലാവർക്കും തന്നു. അതിന് വളരെ നന്ദി. താങ്ക് യു. അപ്പൊ നമ്മള് ഗ്രേഡിലോട്ട് പോവാണ്. അതെ. അടുത്തതായി നമ്മൾ ഗ്രേഡിലോട്ട് പോവാണ്. ഡബിൾ എക്സ്ട്രീം മാറ്റിയാ? എക്സ്ട്രീം തരത്തില്ല. ആദ്യം ഡബിൾ വാവ് പറഞ്ഞില്ലേ, ഇനി എക്സ്ട്രീം തരത്തില്ല. കണ്ടോ? തരത്തില്ല. യു ആർ റെസ്പോൺസിബിൾ. നീ എന്തിനാ പറയാൻ പോയത്? ചേട്ടാ, Srihari and Vaishnavi Kuti are going to be awarded a double wow today. അടിയൊരു ഡബിൾ പൂക്കുറ്റി. Congratulations, you are awarded a double wow. 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 Go to your class. ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഡബിൾ ബൗ തന്നെ കിട്ടിയിരിക്കണം.
ക്യൂട്ടി ഡെബേറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഓഡിയൻസ് ചോയ്സിലുള്ള സമയമാണ്. ഓഡിയൻസ് ഇന്നാരാ വരാൻ പോണേ? ഹലോ. ഹലോ, പേരെന്താ ചേച്ചിന്റെ? എന്റെ പേര് ലൈല. ലൈല ചേച്ചിന്റെ വീട് എവിടെയാ? എന്നോട് പെരുമ്പടപ്പ്. പെരുമ്പടപ്പ്. ആ, ടോപ്പ് സിംഗറെ കാണാറുണ്ടോ? ഡെയിലി കാണാറുണ്ട്. ഡെയിലി കാണാറുണ്ട്. ഇഷ്ടാണോ? ഇഷ്ടാണ്. ഇഷ്ടാണ്. ആരെയാ ടോപ്പ് സിംഗറിൽ ഏറ്റവും ഇഷ്ടം? തേജസ്. തേജസ്നെ. ഇപ്പൊ തേജസിന്റെ പാട്ടാണോ കേൾക്കണ്ടേ? അതെ. വിളിക്കട്ടെ അപ്പൊ തേജസ്നെ. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. എന്റെ പേരെന്താ? എന്റെ പേര് ലൈല. പ്രത്യേകൂട്ടാ ലൈല ആന്റിക്ക് വേണ്ടി ഏത് പാട്ടാ പാടി കൊടുക്കുന്നേ? ഞാൻ ചേച്ചിക്ക് വേണ്ടി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ഓക്കെ, കേക്കാം. താങ്ക് യു.
ചേട്ടാ ഇന്നത്തെ എപ്പിസോഡില് ബെസ്റ്റ് പെർഫോമർ അതാരാണ്? എന്റെ അഭിപ്രായത്തിൽ കൃഷ്ണൻ രാധേ, കൃഷ്ണനും രാധയും അല്ലെ? അതായത് എന്റെ ശ്രീഹരിക്കുട്ടനും എന്റെ വൈഷ്ണവിക്കുട്ടനും.